ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. സുഖമല്ലേ നിങ്ങൾക്ക്? നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പേജ് 101 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 4ാമത്തെ ക്വസ്റ്റ്യനാണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് നോക്കിയത്? ഇവിടെ ഒരു നല്ല പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ദ പിക്ചർ ഷോസ് എ സ്ക്വയർ ഡ്രോൺ sharing one corner with the right triangle and the other 3 corners on the sides of this triangle. ഒരു കോർണർ റൈറ്റ് ട്രയാങ്കിളിൻ്റെ കോർണർ, മറ്റു 3 കോർണേഴ്സും ട്രയാങ്കിളിലും വരുന്ന രീതിയിലുള്ള ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ചോദ്യം എന്തൊക്കെയാണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. പിന്നെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ 3 sides of the square drawn like this within the triangle of sides 3, 4 and 5 cm. ഇതുപോലെയുള്ളൊരു റൈറ്റ് ട്രയാങ്കിൾ, 3, 4, 5 cm ഉള്ളൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കണം. നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ അവർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഈ ലെങ്ത്ത് 2 cm, ഇവിടുന്ന് ഈ സ്ക്വയർ കഴിഞ്ഞിട്ട് ഇത്രയുള്ള ലെങ്ത്ത് 1 cm. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ, ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്തേക്കണ ഈ സ്ക്വയറിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഇതിനെ നമ്മൾ വലിയ ട്രയാങ്കിളിനെ നമ്മൾ ABC എന്ന് വിളിച്ചു. പിന്നെ ഇവർ ഈ കൂട്ടിമുട്ടണ പോയിൻറ്റ്സിനെ നമുക്ക് എന്തെങ്കിലും വിളിക്കാം. ഇത് വിളിക്കാം DEF എന്ന് വിളിച്ചു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? DE അല്ലെങ്കിൽ AD അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്വയർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് എത്ര സൈഡിൻ്റെ ലെങ്ത്ത് എന്നറിയില്ല, നമ്മൾ ലെറ്റ് ഇറ്റ് ബി X എന്ന് എടുക്കുകയാണ്. ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം X, ഒരു വശത്തിൻ്റെ നീളം X ആണെങ്കിൽ എല്ലാ വശത്തിൻ്റെ നീളം X ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് സിമിലാരിറ്റി ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ നോക്കിയാൽ മക്കൾ ABC അല്ലേ. പിന്നെ ചെറിയ ഇതിനോട് സിമിലർ ആവുന്ന വേറെ ഏത് ട്രയാങ്കിളാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്? ABCയും ADEയും. ഇനിയുണ്ട് ഇതിലൊരു സിമിലർ ട്രയാങ്കിൾ, ഏതാണ്? EFCയും. ഈ 3 ട്രയാങ്കിൾസ് സിമിലർ ആണ്. വലിയ ട്രയാങ്കിൾ പിന്നെ ഈ ചെറിയ 2 ട്രയാങ്കിൾസ്, ഇവരെല്ലാം സിമിലർ ട്രയാങ്കിൾസാണ്. നമുക്കിപ്പോൾ ആവശ്യത്തിന് നമുക്ക് 2 പേരെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാം? ABC എടുക്കാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിളും ADE എന്ന് പറയുന്ന ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. എന്തുകൊണ്ട്? ഇനി മനസ്സിലായി ഇവർ സിമിലറാന്ന്. അപ്പം നമ്മൾ ആദ്യം പറയണ്ടേ എന്തുകൊണ്ടാണ് സിമിലർ ആയെന്ന്. അപ്പോൾ ഈ ആംഗിൾ നോക്കിയേ, ഈ ആംഗിളും ഏതൊക്കെ ട്രയാങ്കിൾ എന്ന് മനസ്സിലായോ മക്കൾക്ക്? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ DBE. ഇവർ രണ്ടുപേരും സിമിലർ ട്രയാങ്കിൾസ് ആവുന്ന എന്തുകൊണ്ടാണ്? ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഇനി ഓരോ ആംഗിളും കൂടി സെയിം ആയാൽ മതി. സിമിലർ ആവണമെങ്കിൽ A സിമിലാരിറ്റിയാണ്. 2 ആംഗിൾ സെയിം ആണെങ്കിൽ 3ാമത്തെ ആംഗിൾ സെയിം ആയിക്കോളും. അപ്പോൾ നമ്മൾ A സിമിലാരിറ്റി എന്നാണ് അതിൻ്റെ പ്രൂഫിനെ പറയുക. 2 ആംഗിൾ സെയിം ആണെന്ന്, അതായത് ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇനി ഏത് ആംഗിളാണ് ഇനി ഈക്വൽ ആവുക നോക്കിയേ. ഈ 2 ട്രയാങ്കിളും എടുക്കുമ്പോൾ B എന്നുള്ളത് അതിൻ്റെ കോമൺ ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ആംഗിൾ B നോക്കിയേ, കണ്ടോ? അപ്പം ആംഗിൾ B, ആംഗിൾ A 90 ഡിഗ്രി, പിന്നെ ആംഗിൾ B കോമൺ ആംഗിൾ, അത്രയും മതി. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. എന്തിനാ ഇപ്പോൾ ഈ സിമിലറിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയണേ? അപ്പോൾ സിമിലർ ആണെങ്കിൽ നമുക്ക് സൈഡ്സ് സെയിം റേഷ്യോയിലാണെന്ന് പറയാം. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് X എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് സിമിലർ ആണെന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ D ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ ABC ഈക്വൽ ടു ആംഗിൾ DBE. എന്താണ് റീസൺ? കോമൺ ആംഗിൾ. Therefore എന്ത് പറയാം? ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ DBE. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്താണ്? വശങ്ങൾ സെയിം റേഷ്യോയിലായിരിക്കുമല്ലോ. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ഈ വശം അതേതാണ്? AB ബൈ, അതേപോലെ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് എടുക്കുമ്പോൾ ഏത് വരും? DB. AB ബൈ DB ഈക്വൽ ടു, ഇനി നമുക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എടുക്കാം. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഏത് വരും? AC ബൈ DE. AC ബൈ DE.
എ ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ നീളം എത്രയാ? ഇവിടം തൊട്ട് ഇവിടം വരെ 2, ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ടോട്ടൽ ലെങ്ത് എന്ത് വരും? എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ 2 പ്ലസ് എക്സ്, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എക്സ് പ്ലസ് 2 ബൈ നോക്കിയേ, പിന്നെന്താണ് ഡി ബി. ഡി ബി എന്ന് വെച്ചാൽ എത്രയാണ്? 2 ഈക്വൽ ടു എ തൊട്ട് സി വരെയുള്ള ലെങ്ത് എത്രയാ? ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ്, ഇവിടം തൊട്ട് ഇവിടം വരെ 1. അപ്പം ടോട്ടൽ എത്രയാ? എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് എക്സ്, എങ്ങനെ എഴുതിയാലും അത് പ്രശ്നമില്ല. എക്സ് പ്ലസ് 1 ബൈ ഡി ഇ. ഡി ഇ ഈക്വൽ ടു എന്ത് വരും? കണ്ട എത്രയാണ്? എക്സ്. വിച്ച് ഇംപ്ലൈസ്, ഇനി ഇവരെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യുന്നതിനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു 2. പിന്നെ മൾട്ടിപ്ലൈ ചെയ്തേ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 2x പ്ലസ് 2. ഈക്വൽ ടുവിൻ്റെ അങ്ങേപ്പുറത്ത് ഇങ്ങേപ്പുറത്ത് സെയിം നമ്പർ വന്നാൽ വെട്ടിപ്പോവില്ലേ? അപ്പോൾ ആരാരും പോവും? 2x പോയി. അതിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എത്രയാണ്? √2. എക്സ് സ്ക്വയർ 2 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട്, എക്സ് സ്ക്വയർ ഈക്വൽ ടു √2 സെൻറ്റിമീറ്റർ. അതാണപ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു √2 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം സോൾവ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഇനി രണ്ടാമത്തെ പാർട്ട് പറയണത്? നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. 3, 4 and 5 സെൻറ്റിമീറ്റേഴ്സ് ഉള്ളൊരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തൊരു സ്ക്വയർ ഇതുപോലെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് അവിടെയുള്ള ചലഞ്ച് എന്താ? 3, 4, 5 സെൻറ്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് സിമ്പിളായിട്ട് അറിയാം അല്ലേ? അതിലെ ചലഞ്ച് എന്താ? ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ നീളം എത്രയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഒരു റഫ് ഫിഗർ വരച്ച് സൈഡിൻ്റെ നീളം എത്രയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായ ശേഷം ഫെയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഒരു റഫ് ഫിഗർ നമ്മൾ വരച്ച് നോക്കുകയാണ് എങ്ങനെയായിരിക്കും വരാൻ പോണത്. ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് നമ്മുടെ 4 സെൻറ്റിമീറ്റർ, നമ്മുടെ 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതേ ഒരു സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്തു. സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളം നമുക്കറിയില്ല, നമ്മളത് എക്സ് ആണെന്ന് വിചാരിക്കുകയാണ്. അതെ, എക്സ് 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 എക്സ്. പേരും കൊടുത്തു, മുമ്പേ കൊടുത്ത പോലെ തന്നെ ABCDEF അതേപോലെ തന്നെ കൊടുക്കണേ. എന്തിനാണെന്നറിയോ? ഇനി അത് പറയാൻ എളുപ്പത്തിനാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു അല്ലേ? ഇതും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. ABC എന്ന് പറയണതും DBE എന്ന് പറയുന്നത് സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം? AB ബൈ ചെറിയ ട്രയാങ്കിളിൻ്റെ വശം എന്താണ്? DB ഈക്വൽ ടു, ഇനി ഈ വശം AC ബൈ ചെറിയ ട്രയാങ്കിളിൻ്റെ വശം അത് എത്രയാണ്? DE. ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതല്ലേ? അതിൽ നിന്ന് നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് എന്ത്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടം തൊട്ട് ഈ D തൊട്ട് B വരെയുള്ള ലെങ്ത് നമുക്ക് അറിയണ്ടേ? A തൊട്ട് B വരെയുള്ള ലെങ്ത് നമുക്കറിയാം, എത്രയാണ്? 4 ബൈ D തൊട്ട് B വരെയുള്ള ലെങ്ത് നമുക്ക് അറിയില്ല. അപ്പോൾ അതെന്ത് വരും? ഇത്രയും ഭാഗം എക്സ് എന്ന് പോയി. അപ്പോൾ ഇത് എത്രയായിരിക്കും മക്കളെ? 4 സെൻറ്റിമീറ്റർ ആണ് മൊത്തം. ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? നിങ്ങളിപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടാവും അല്ലേ? എത്രയായിരിക്കും ഇത്? 4 - x ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ 4 - x എന്ന് കൊടുത്തു. ഇനി A തൊട്ട് C വരെയുള്ള നീളം എത്രയാണ്? അവർ തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ബൈ D തൊട്ട് E വരെയുള്ള ലെങ്ത് അത് നമ്മൾ എത്രയാണെന്നാണ് സപ്പോസ് ചെയ്തേക്കണേ? എക്സ്. വിച്ച് ഗീവ്സ്, നോക്കിയാൽ ഇതിനെ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x ഈക്വൽ ടു 3 ഇൻറ്റു 4 - x വിച്ച് ഇംപ്ലൈസ് 4x ഈക്വൽ ടു 12 മൈനസ് 3x. ഇനി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ് ഈ 3xനെ. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു വശത്തേക്ക് ആക്കി. അപ്പോൾ എന്ത് വന്നു? 4x മൈനസ് 3x ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് 3x ഈക്വൽ ടു 12 വിച്ച് ഗീവ്സ് 7x ഈക്വൽ ടു 12. അതായത് എക്സ് ഈക്വൽ ടു എന്ത് വന്നു? 12/7. 12/7 എന്ന് വെച്ചാൽ എത്രയാ? കൃത്യം വാല്യൂ അറിഞ്ഞാലല്ലേ നമുക്ക് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. 1 ടൈംസ് 7 ബാലൻസ് 5.2 0 7 ടൈംസ്
49 ബാലൻസ് 1. ഓക്കെ, എനിവേ പിന്നെയുള്ള വാല്യൂ എന്താ വരുന്നത്? 1.71. 1.71. അപ്പോൾ നമുക്ക് 1.7 എടുക്കാം അല്ലേ? 7.1 എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 1 നെഗ്ലക്ട് ചെയ്യാം. നമ്മുടെ സ്കെയിലിൽ 1.7 എടുത്ത് നമ്മൾ ആർക്ക് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയില്ലേ മക്കൾക്ക്? 1.71 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ വരുന്നത്? 1.7 സെൻറ്റിമീറ്റർ. ഇത് നമ്മുടെ എക്സ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ട്രയാങ്കിളും ഈ സ്ക്വയറും കൺസ്ട്രക്ട് ചെയ്യണേ നോക്കാം. അപ്പോൾ നമ്മുടെ ആയുധങ്ങളൊക്കെ വേഗം മക്കൾ കയ്യിലെടുക്കുക. നമുക്ക് എന്തൊക്കെ വേണം? കോമ്പസ് വേണം, സ്കെയിൽ വേണം, ഒക്കെ വേണ്ടേ വരയ്ക്കണമെങ്കിൽ? അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇവിടെ വരച്ചാണെങ്കിൽ എന്താണ്? 3 സെൻറ്റിമീറ്റർ താഴെ, പിന്നെ 4ഉം 5ഉം. നമുക്ക് എന്താ വേണ്ടേ? 1.7 എടുത്തിട്ട് നമ്മുടെ സ്ക്വയർ വരയ്ക്കണം അല്ലേ? നിങ്ങളുടെ ഇതിൽ 1.7 എടുക്കാം. 1.7 എടുത്തിട്ട് ദേ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഒരു സ്ക്വയർ മുകളിലേക്ക് കൺസ്ട്രക്ട് ചെയ്യും. 90 ഡിഗ്രിയിലായിരിക്കണം മെഷർ. ഇതേപോലെ കിട്ടും. ഇത് 1.7 സെൻറ്റിമീറ്റർ, 1.7 സെൻറ്റിമീറ്റർ. ഇത് ടോട്ടൽ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഇത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇത് ടോട്ടൽ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഈ രീതിയിൽ ആണ് അത് ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയേ. 2 poles of height. 2 പോൾസ്, അതായത് 2 തൂണുകൾ നാട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ 2 കുറ്റി അടിച്ചിരിക്കുന്ന എന്ത് വേണേലും നിങ്ങൾ വിചാരിച്ചോ. ഇവിടെ ആർ ഇറക്റ്റഡ് അപ്രൈറ്റ് ഓൺ എ ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ടിൻ്റെ നടുക്ക് 2 തൂണുകൾ സ്ഥാപിച്ചേക്കാണ്. ആൻഡ് ദ റോപ്സ് ആർ സ്ട്രെച്ച്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് ടു ദ ഫുട്ട് ഓഫ് ദ അതർ. അപ്പോൾ ഈ 2 തൂണുകളുടെ മുകളിൽ നിന്ന് കയറ് വലിച്ച് മറ്റേതിൻ്റെ ചുവട്ടിലേക്ക് കെട്ടിയേക്കാം. ഈ തൂണിൻ്റെ മുകളിൽ നിന്ന് കയറ് വലിച്ച് ഇപ്പുറത്തെ തൂണിൻ്റെ ചുവട്ടിലേക്ക്. അതേപോലെ ഇതിൻ്റെ മുകളിൽ നിന്നൊരു കയറ് വലിച്ച് കെട്ടിയേക്കാണ് ഇങ്ങേപ്പുറത്തെ തൂണിൻ്റെ ചുവട്ടിലേക്ക്. എന്നിട്ട് എന്താ പറഞ്ഞേക്കണേ? അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട് ഡു ദ റോപ്സ് ക്രോസ് ഈച്ച് അതർ. എവിടെ വെച്ചിട്ടായിരിക്കും ഈ ലെങ്ത് കണ്ടോ? ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എവിടെ വെച്ചിട്ടായിരിക്കും ഈ 2 കയറുകളും പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്നത്? അത് എത്രയാണ്? ഈ ഉയരം എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കണം. പിന്നെ ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പോൾസ് ആസ് എ ആൻഡ് ബി. ഇപ്പോൾ ഇവിടെ ഒരു 3 മീറ്റർ 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതിന് പകരം ഈ പോൾസിൻ്റെ ഹൈറ്റ് എ ആൻഡ് ബി ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പോഴത്തെ ഈ എച്ച് എത്രയാണെന്ന് കണ്ടെത്തണം. പിന്നെയോ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ബി എച്ച്. അങ്ങനെ പോൾസിൻ്റെ ഉയരവും ഈ റോപ്സ് പരസ്പരം ക്രോസ് ചെയ്ത് പോകുന്ന ഈ ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ. അതായത് ഇതെന്ത് കേസാണ്? സ്പെസിഫിക് കേസാണ്. കൃത്യം നമുക്ക് പോളിൻ്റെ ഉയരമൊക്കെ തന്നിട്ടുണ്ട്, 3 മീറ്റർ 2 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതോ എയും ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ജനറൽ കേസ് കണ്ടുപിടിക്കുകയാണ്. ഇനി ഈ തൂണിൻ്റെ മാത്രമല്ല, ലോകത്തുള്ള ഏത് തൂണിൻ്റെ കാര്യം വെച്ചിട്ടും കയറ് വലിച്ചു കെട്ടണ കാര്യം ചോദിച്ചാൽ ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെന്നർത്ഥം. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം എന്താണ്? പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് വുഡ് ബി ദ സെയിം വാട്ട് എവർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ചുരുക്കി പറഞ്ഞാൽ ഈ ദൂരം, പോൾസിൻ്റെ ഇടയിലുള്ള ദൂരം ഹൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മളോട് തെളിയിക്കണം. പോൾസ് തമ്മിൽ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഈ ഹൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ. അതായത് ഇപ്പം ഇവർ ഇത്ര ഡിസ്റ്റൻസിൽ നിന്നാലും, ഇവർ ഇത്രയും ഡിസ്റ്റൻസ് ഈ പോൾസ് നിന്നാലും ഈ ഹൈറ്റ് സെയിം തന്നെയായിരിക്കും എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അത് നമ്മൾ തെളിയിക്കാൻ നമുക്ക് നോക്കാം ഇങ്ങനെ ചെയ്യാന്ന്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കല്ലേ? മിസ്സിന് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. അപ്പം നമ്മളോട് എന്താ മക്കളെ പറഞ്ഞേക്കണേ? ഇതുപോലൊരു ഗ്രൗണ്ടിൽ 2 തൂണുകൾ ഇങ്ങനെ നാട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 3 മീറ്റർ. ഇതിൻ്റെ ലെങ്ത്ത് 2 മീറ്റർ. ഇവർക്കിടയിൽ ഇതിങ്ങനെ കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ഈ ഹൈറ്റാണ് മെഷർ ചെയ്യാൻ പറഞ്ഞേക്കണം. ഈ എച്ച് എത്രയാണെന്ന് മെഷർ ചെയ്യാനാണ് പറഞ്ഞേക്കണം അല്ലേ? അപ്പം അതിനെ നമുക്ക് ആദ്യം ഇവർക്കൊരു പേര് കൊടുക്കാം. A B C D E F.
അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായോ? എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടു ഫൈൻഡ് EF അല്ലേ? EF എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരെ നമ്മളൊന്ന് വേർപ്പെടുത്തി ചിന്തിക്കുകയാണ്. ഇതൊരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ ACDEF ഈ ട്രയാങ്കിൾ എടുത്തു. ഇത് ഒരു ട്രയാങ്കിൾ അല്ലല്ലോ, ഇപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? AEFും ADCയും. ഇവർ രണ്ടുപേരും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? ആണ്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടുപേരും 90 ഡിഗ്രി. ഇത് കോമൺ ആംഗിൾ. അപ്പോൾ ഇവർ രണ്ടുപേരും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയാം. നമുക്കിതിൽ അറിയാവുന്ന മെഷേഴ്സൊക്കെ എന്തൊക്കെയാണ്? ഇത് 2 മീറ്റർ, ഇത് H. ഈ AFൻ്റെ നീളവും FCയുടെ നീളവും നമുക്ക് അറിയില്ല. നമ്മൾ അതിനെ സപ്പോസ് എന്തെങ്കിലും ഒരു ലെങ്ത് എടുക്കുകയാണ്. ഇപ്പോൾ AFൻ്റെ നീളം നമുക്ക് X ആണെന്ന് വിചാരിക്കാം, FCയുടെ നീളം Y ആണെന്ന് വിചാരിക്കാം. എന്നാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കണക്ക് കേട്ടോ. എല്ലായിടത്തും നമുക്ക് ചിലപ്പോൾ അങ്ങനെ എടുക്കേണ്ടി വരില്ല, പക്ഷേ ഇവിടെ നമുക്കത് എടുത്താലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മളിപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് അല്ലേ, നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ADC സിമിലർ ടു ട്രയാങ്കിൾ AFE. ഇനി നമ്മൾ എളുപ്പം പറയാണ് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ സൈഡിൽ റീസൺ എഴുതും. എന്തൊക്കെയാണ് റീസൺ? ആംഗിൾ F ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ആംഗിൾ A കോമൺ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി നമ്മൾ വിവരം കൂടിയല്ലോ, അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻസിന് പോകണ്ട. കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത് നോക്കുന്ന ആൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് റീസൺ എഴുതണം. എന്നിട്ട് ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ പറയാം? ഇത് നമുക്ക് X ആണെന്നറിയാം, ഇത് Y ആണെന്നറിയാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇവർ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ വശങ്ങൾ തമ്മിൽ സെയിം റേഷ്യോയിലായിരിക്കുമല്ലോ. നമ്മൾ ചെറിയ ട്രയാങ്കിളിൻ്റെ വശം എന്താണ്? HY. അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H എന്ന് പറയുന്നത് ഈ സൈഡിനോട് സിമിലർ പ്രപ്പോർഷനിലാവുന്ന വശം ഏതാണ്? 2. അപ്പോൾ 2 ഈക്വൽ ടു, ഇനി നോക്കിയേ, വലിയ ട്രയാങ്കിളിൻ്റെ വശം അല്ല ചെറിയ ട്രയാങ്കിളിൻ്റെ വശം അതെന്താണ്? AF ബൈ വലിയ ട്രയാങ്കിളിൻ്റെ വശം അതെത്രയാണ്? AC, വിച്ച് ഈസ് ഈക്വൽ ടു AF എന്ന് വെച്ചാൽ എത്രയാണ്? X ബൈ AC എന്ന് പറഞ്ഞാലോ A തൊട്ട് C വരെയുള്ള നീളം. അപ്പോൾ എന്ത് വരും? Xും പിന്നെ അതിനോടുകൂടെ എന്ത് കൂട്ടണം? Yയും. X പ്ലസ് Y. ദാറ്റ് ഈസ് H/2 ഈക്വൽ ടു X/X+Y എന്ന് കിട്ടി. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇനി അതേപോലെ നമ്മൾ ഇതിൽ നിന്ന് അടുത്ത സെറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണ്. ഏതാണ്? നമ്മുടെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ, ഇങ്ങോരെ എടുത്തു. ഇതിലെന്താണ്? ABC, ഇതോ Eയും Fഉം. ഇതിവിടെ നമുക്ക് ഇത് H അറിയാം, ഇതെന്താണെന്നറിയാം? 3 അറിയാം, ഇത് X ആണെന്നും ഇത് Y ആണെന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. എന്തുകൊണ്ട്? 90 ഡിഗ്രി ആംഗിളും ഒരു കോമൺ ആംഗിളും. അപ്പോൾ ഇനി അത് എഴുതാലോ. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ EFC. എന്തുകൊണ്ടാണ്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ F ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ C കോമൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയും എന്ത് പറയാം? സൈഡ്സ് പ്രപ്പോർഷണൽ ആണ്. എന്തുവരും മക്കളെ? നമുക്ക് കണ്ടെത്തേണ്ടത് H അല്ലേ? അപ്പം നമുക്ക് H ബൈ ഈ വശം ബൈ ഏത് വശം വരാ? ചെറിയ ട്രയാങ്കിളിൻ്റെ വശം ബൈ വലിയ ട്രയാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വശം. അപ്പം എന്ത് വന്നു? 3 ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിൻ്റെ വശം എന്ന് പറഞ്ഞാൽ എന്ത് വരും? FC ബൈ വലിയ ട്രയാങ്കിളിൻ്റെ വശം എന്ന് പറഞ്ഞാൽ എന്ത് വരും? AC. FC എന്ന് പറഞ്ഞാൽ എത്രയാണ്? Y. AC എന്ന് പറഞ്ഞാലോ X+Y. ദാറ്റ് ഈസ് H/3 ഈക്വൽ ടു Y/X+Y എന്ന് വന്നു. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇവർ 2 സെയിം ആണോ വന്നേക്കുന്നത്? അല്ല അല്ലേ? പക്ഷെ നമുക്ക് ഇതിന് H കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ X+Y, ഇവിടെയും ഡിനോമിനേറ്റർ X+Y. അപ്പോൾ ഇവരെ തമ്മിൽ നമുക്കിനി എന്ത് ചെയ്യാം? സെയിം ആക്കാൻ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? H/2 പ്ലസ് H/3. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴോ X/X+Y പ്ലസ് Y/X+Y. ഇവരുടെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മളുടെ ഇതെന്താണ്? മുകളിലുള്ളവരെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? X+Y/
എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 1. അപ്പോൾ നമുക്കിവിടെ h/2 പ്ലസ് h/3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. നമ്മുടെ ലക്ഷ്യം എന്താ? എച്ച് കണ്ടുപിടിക്കണം. ഈ എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ ഇവരെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3h പ്ലസ് 2h/6 അല്ലെങ്കിൽ LCM എടുക്കാമെന്ന് പറയും അല്ലേ? 3 × h പ്ലസ് 2 × h/6 ഈക്വൽ ടു 1. h പ്ലസ് 2h/6 ഈക്വൽ ടു 1. അതിൽ നിന്ന് 6 ഇങ്ങോട്ട് പോകുമ്പോൾ മുകളിൽ നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5h ഈക്വൽ ടു ഈ 6 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഈക്വൽ ടു 6. therefore h ഈക്വൽ ടു 6/5 which is equal to 6/5 എന്ന് വെച്ചാൽ എത്രയാണ്? 1 × 5 ബാലൻസ് 1 0.0 2 × 10 തീർന്നില്ലേ? അപ്പോൾ 1.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ. ഇവിടെ നമുക്ക് മീറ്ററിലാണ് തന്നിരിക്കണേ. അപ്പോൾ റോപ്പുകൾ പരസ്പരം കൂട്ടിമുട്ടി കടന്നു പോകുന്നത് എത്രയിലായിരിക്കും? h ഈക്വൽ ടു 1.2 മീറ്റർ ആണ് ഒന്നാമത്തേൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഇതിൻ്റെ തന്നെ ജനറൽ കേസാണ്. എന്താണ് ജനറൽ കേസ് അവർ പറഞ്ഞേക്കുന്നത്? അതെ, ഇങ്ങനെ 2 റോപ്പുകൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ നീളം a എന്നും ഇതിൻ്റെ നീളം b എന്നുമാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ എടുത്ത പോലെ തന്നെ ഇതിനെ x എന്നും ഇതിനെ y എന്നും a b c d e f ഇതേപോലെ മക്കളെടുത്ത് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു റിലേഷൻ കിട്ടില്ലേ? ഇക്വേഷൻ 1 എന്തായിട്ട് വരും? അവിടുത്തെ ഇക്വേഷൻ 1 h/2 എന്നുള്ളതിന് പകരം എന്തായിരിക്കും വരാൻ പോണേ? h/b ഈക്വൽ ടു സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. സിമിലർലി h/b 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ b അല്ലേ? h/b ഈക്വൽ ടു x/x പ്ലസ് y. അതേപോലെ നമുക്ക് ഇക്വേഷൻ 2 എന്ത് കിട്ടും? h/a ഈക്വൽ ടു x/x പ്ലസ് y. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 1 + 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 + 2 ഈക്വൽ ടു h/b പ്ലസ് h/a ഈക്വൽ ടു x പ്ലസ് y ബൈ, ഇവിടെ y ആയിരുന്നു കേട്ടോ, x പ്ലസ് y ബൈ x പ്ലസ് y വിച്ച് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് h/b പ്ലസ് h/a ഈക്വൽ ടു 1. ഇവിടെ ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ah പ്ലസ് bh ബൈ ab LCM എടുത്തു. ഇതിങ്ങനെ ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്യില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് a പ്ലസ് b ഇൻറ്റു h. ഇവിടെ നമ്മൾ h കോമൺ ആയിട്ട് എടുക്കുമ്പോൾ a പ്ലസ് b ഇൻറ്റു h ബൈ ab ഈക്വൽ ടു 1. ദാറ്റ് ഗീവ്സ് h ഈക്വൽ ടു എന്താണ്? ഈ എ ബി ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മുകളിലേക്ക് വരും, ഈ a പ്ലസ് ബി ഇങ്ങോട്ട് വരുമ്പോൾ താഴേക്ക് വരും. കണ്ടോ? അപ്പോൾ പോൾസ് തമ്മിലുള്ള ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്തതാണ് എ ബി, പോൾസ് തമ്മിലുള്ള ഹൈറ്റ് ആഡ് ചെയ്തതാണ് a പ്ലസ് ബി. അപ്പോൾ h ഈക്വൽ ടു എന്താ വരുന്നത്? അപ്പോൾ h എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? പ്രൊഡക്റ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പോൾസ് ബൈ സം ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പോൾസ്. കേസിലാ ഏത് 2 പോൾസ്, ഒരു ഗ്രൗണ്ടിൽ നാട്ടിയിരിക്കുന്ന ഏത് 2 പോൾസും തമ്മിൽ ഒരു കയറ് വലിച്ചു കെട്ടിയാൽ അവർ പരസ്പരം കൂട്ടിമുട്ടണം അല്ലെങ്കിൽ പരസ്പരം ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന ഹൈറ്റിൻ്റെ ഒരു ഫോർമുല ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കണേ. കിട്ടിയോ? ഇതാണ് അവർ ചോദിച്ചിരിക്കുന്ന ജനറൽ കേസ്, എയും ബിയും. therefore the relation between, അല്ലേ ചോദ്യം? റിലേഷൻ ബിറ്റ്വീൻ എ ബി ആൻഡ് എച്ച് ഈസ് h ഈക്വൽ ടു എ ബി ബൈ എ പ്ലസ് ബി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് വുഡ് ബി ദ സെയിം വാട്ട് എവർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. അതായത് ഈ പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെങ്കിലും അത് ഹൈറ്റിനെ ബാധിക്കുന്നില്ല എന്ന് തെളിയിക്കണം. അപ്പം നമ്മളെങ്ങനെ തെളിയിച്ചേ? ഈ ഫോർമുലയിലേക്ക് നോക്കിയാൽ മതി. ഹൈറ്റ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ എ ബി ബൈ എ പ്ലസ് ബി അല്ലേ? ഡിസ്റ്റൻസ് എന്തായിരുന്നു? പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരുന്നു വന്നിരുന്നത്? എക്സ് പ്ലസ് വൈ അല്ലായിരുന്നോ? അത് ഈ ഫോർമുലയിൽ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? എക്സോ വൈയോ വല്ലോ? ഇതല്ലായിരുന്നോ പോൾസ് തമ്മിലുള്ള ദൂരം? ഇവിടെ പ്ലസ് വൈ ആയിരുന്നു പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പക്ഷെ അത് എവിടെയെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ഫോർമുലയിൽ എവിടെയെങ്കിലും എക്സും വൈയും വന്നിട്ടുണ്ടോ? വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ദൂരത്തെയും കൂടി ഇത് ആശ്രയിച്ച് നിന്നേനെ.
പക്ഷെ ഇവിടെ എക്സും വൈയും ഫോർമുലയിലില്ല. എന്ത് മാത്രമേ ഉള്ളൂ? പോൾസിൻ്റെ ഹൈറ്റ് മാത്രമാണ് റിലേറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് എന്ത് പറയാം? ദ ഹൈറ്റ് h equal to AB by A plus B solely depends on the height of the poles. Therefore, the distance between them does not affect എച്ചിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായ മക്കൾക്ക് എന്തുകൊണ്ടാന്ന്? ഡിസ്റ്റൻസ് നമ്മൾ എക്സിലും വൈയിലും അല്ലേ പറഞ്ഞത്. പക്ഷെ എച്ചിൻ്റെ ഫോർമുലയിൽ എവിടെയെങ്കിലും എക്സും വൈയും ഉണ്ടോ? അത് കംപ്ലീറ്റ് ആയിട്ട് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പോളിൻ്റെ ഹൈറ്റിനെ അല്ലേ. എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പോൾസ് ബൈ എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താ? അവരുടെ ഹൈറ്റുകളുടെ സമ്മാണ്. ഇതിൽ എക്സിനെ വൈനെ അത് ആശ്രയിക്കുന്നേ ഇല്ല. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എച്ചിനെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇത് തേർഡ് പാർട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ്റെ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്